ഹായ് വ്യൂവേഴ്സ്, ITI അഴീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഷീറ്റ് മെറ്റൽ സീംസ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അഴീക്കോട് ITIയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ നമുക്കറിയാം, രണ്ട് ഷീറ്റ് അല്ലെങ്കിൽ മെറ്റൽസ് ജോയിൻ ചെയ്യാൻ പല രീതിയിലുള്ള മാർഗങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ രണ്ടറ്റവും മടക്കി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ റിവറ്റ് വെച്ച് ജോയിൻ ചെയ്യാം, നെട്ടും ബോൾട്ടും ഉറപ്പിക്കുക, പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ കനം കുറഞ്ഞ ഷീറ്റ് മെറ്റൽസ് കൂടുതൽ ജോയിൻ ചെയ്യുന്നത് നമ്മൾ സീംസ് ഉപയോഗിച്ചാണ്. രണ്ട് ഭാഗത്തും ചെറിയൊരു ഫോൾഡ് കൊടുക്കും, മടക്ക് കൊടുക്കും. ആ മടക്ക് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഷീറ്റ് മെറ്റൽ ജോയിൻസ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ മടക്കി ജോയിൻ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ സീം എന്ന് പറയാറ്. ടു ബെൻഡ് ദി എഡ്ജസ് ഓഫ് ദി ഷീറ്റ്സ് ദ സീം ഈസ് മെയ്ഡ്. ഒരു ഷീറ്റ് ബെൻഡ് ചെയ്ത് എന്തെങ്കിലും ജോയിൻ ഉണ്ടാക്കണില്ല, അതാണ് സീം എന്ന് പറയുന്നത്. ഇൻ ഷീറ്റ് മെറ്റൽ കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ സീംസ് ആർ എംപ്ലോയിഡ് വെൻ ജോയിനിങ് ലൈറ്റ് ആൻഡ് മീഡിയം ഗേജ് മെറ്റൽ ഷീറ്റ്സ്. നമ്മൾ മെക്കാനിക്കൽ ഫീൽഡിൽ സാധാരണഗതിയിൽ ലൈറ്റായിട്ടോ മീഡിയമായിട്ടോ ഒക്കെ ഉള്ള ഷീറ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സീംസ് ഉപയോഗിക്കുന്നുണ്ട്. വൈൽ ഫാബ്രിക്കേറ്റ് ഷീറ്റ് മെറ്റൽ ആർട്ടിക്കിൾസ്, ദ ഷീറ്റ് മെറ്റൽ വർക്കർ ഷുഡ് ബി ഏബിൾ ടു സെലക്ട് ദ ടൈപ്പ് ഓഫ് സീം ദാറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സ്പെസിഫിക് ജോബ്. ഓരോ ജോബിനും, നമുക്ക് പ്രത്യേകമായ ജോബിനും അതിന് വേണ്ട സീംസ് അത് കൃത്യമായിട്ട് ഒരു വർക്കർ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് സീംസാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കാറ്. എന്നാൽ സീംസ് നിങ്ങൾ ചിത്രത്തിൽ നോക്കി അറിയാൻ പറ്റും, രണ്ട് ഷീറ്റ് തമ്മിൽ കൂട്ടിയിട്ട് ജോയിൻ ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് സീംസ്. ഗ്രൂഡ് സീം പ്രധാനമായിട്ടുള്ള ഏതുതരം സീംസാണെന്ന് നോക്കുക. ഒന്നാമത്തെ ഗ്രൂഡ് സീമാണ്. ഗ്രൂഡ് സീം എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ രണ്ട് ഷീറ്റുകളിൽ ഓരോ ഷീറ്റും ഫോൾഡ് ചെയ്യുന്നു, എന്നിട്ട് രണ്ട് ഷീറ്റ് തമ്മിൽ കൂട്ടി വീണ്ടും തമ്മിൽ കണക്റ്റ് ആക്കുന്നു, അതിനുശേഷം അത് ലോക്ക് ചെയ്യുന്നു. ഈ മൂന്ന് ഓപ്പറേഷനാണ് ഇതിൽ വരുന്നത്. ഗ്രൂഡ് സീം ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ ജോയിനിങ് ഷീറ്റ് മെറ്റൽ. ഗ്രൂഡ് സീമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഷീറ്റ് മെറ്റൽ ജോയിനിങ്ങിന് ഉപയോഗിക്കുന്നത്. ദിസ് സീം കൺസിസ്റ്റ് ഓഫ് ടു ഫോൾഡഡ് എഡ്ജസ് കാൾഡ് ലോക്സ് ആർ ഷോൺ ഇൻ ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് ഷീറ്റിനും ഒരേ ഫോൾഡ് മടക്ക് കൊടുക്കുന്നു. ഈ മടക്കിനാണ് നമ്മൾ ലോക്സ് എന്നാണ് വിളിക്കാറ്. ദി എഡ്ജസ് ആർ ലോക്ക്ഡ് ടുഗദർ ആൻഡ് ലോക്ക്ഡ് വിത്ത് ഹാൻഡ് ഓവർ ഓർ ഗ്രൂവ് മെഷീൻ. ഇത് രണ്ട് ഷീറ്റും നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു ഹാൻഡ് ഗ്രൂപ്പർ വെച്ചിട്ടോ ഒരു ഗ്രൂവ് മെഷീൻ ഉപയോഗിച്ചിട്ടോ അടിച്ചിട്ട് അത് ഊരി പോരാതിരിക്കാൻ ആവശ്യമായ ലോക്ക് കൊടുക്കുന്നു. ഒരു ഭാഗം വീണ്ടും വളയ്ക്കുന്നു, ആണ് ലോക്ക് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു സീമാണ് പിറ്റ്സ്ബർഗ് സ്കീം. പിറ്റ്സ്ബർഗ് സ്കീം എന്ന് പറഞ്ഞാൽ പ്രത്യേക തരത്തിലുള്ള സീമാണ്. ചിത്രം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് സീം ഉണ്ടാക്കുന്നത് വെച്ച്. ഒരു ഷീറ്റ് ഒരു പ്രാവശ്യം മാത്രമേ ബെൻഡ് ഉണ്ടാക്കുള്ളൂ. എന്നാൽ ഈ കുത്തനെ വെച്ചിരിക്കുന്ന ഷീറ്റ് അതൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കിയ ശേഷം ആ പോക്കറ്റിലേക്ക് മുകളിലത്തെ പീസ് ഇറക്കി വെച്ച് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ദിസ് സീം ഈസ് ആൾസോ കാൾഡ് ഹാമർ ലോക്ക് ഓർ ഹോബ് ലോക്ക്. ഇതിന് ഹാമർ ലോക്കും ഹോബ് ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദിസ് സീം ഈസ് യൂസ്ഡ് ആസ് എ ലോഞ്ചിറ്റ്യൂഡിനൽ കോർണർ സീം ഫോർ വേരിയസ് ടൈപ്പ് ഓഫ് പൈപ്സ് സച്ച് ആസ് ഡക്ട് വർക്ക്. അപ്പോൾ ഒരു ഡക്ട് വർക്കോ പൈപ്പ് വർക്കിനോ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു കോർണർ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ദ സിംഗിൾ ലോക്ക് ഈസ് പ്ലേസ്ഡ് ഇൻ എ പോക്കറ്റ് ലോക്ക് ആൻഡ് ദെൻ ദ ഫ്ലാഞ്ച് ഈസ് ആമഡ് ഓവർ. ഒരു ഷീറ്റ് സിംഗിൾ ബൻ്റെ ശേഷം ഒരു പിറ്റ്സ്ബർഗ് പോക്കറ്റിലേക്ക് ഇറക്കി വെക്കുകയും അതിനുശേഷം അത് ഹാമർ ചെയ്തിട്ട് ടൈറ്റ് ആക്കുകയും ചെയ്യുന്നു. ദി അഡ്വാൻറ്റേജ് ഓഫ് ദ പിറ്റ്സ്ബർഗ് സീം is that the single lock can be turned on a curve and the pocket lock can be formed in a flat sheet and rolled to fit curve as shown below. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ ലോക്ക് ഉണ്ടാക്കുന്നതിന് ശേഷം അതൊരു കർവിൽ വെച്ചിട്ട് വളച്ചതിന് ശേഷം എന്താണ്, ആ പിറ്റ്സ്ബർഗ് ലോക്കിൽ വെച്ചിട്ട് ലോക്കാക്കുന്നു. ഇത് നല്ലൊരു ജോയിൻ്റ് ആണ് ഇത് പ്രദാനം ചെയ്യുന്നത്. അടുത്ത് ഡൗട്ടെയിൽ സീം. This seam is easy and convenient method of joining flanges to corners. ഫ്ലാഞ്ചസും കോർണേഴ്സും ഒക്കെ ജോയിൻ ചെയ്യാൻ വളരെ നല്ല മെത്തേഡാണ് ഡോട്ടേൽ സ്കീം. അതിൽ 3 തരത്തിലുള്ള ഡോട്ടേൽ സ്കീമിന് ചിത്രം കാണിച്ചിട്ടുണ്ട്. There are 3 types of dovetail seam.
പ്ലെയിൻ ഡൗട്ടൈൽ, ബീഡഡ് ഡൗട്ടൈൽ ആൻഡ് ഫ്ലാഞ്ച് ഡൗട്ടൈൽ. Dotted seams are used mainly on round or elliptical pipe and rarely on rectangular ducts. ഇപ്പോൾ റെക്ടാങ്കുലർ ഡൗട്ടഡ് സീം സാധാരണഗതിയിൽ റൗണ്ട് പൈപ്പിന് മുകളിലൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതേപോലെ റെക്ടാങ്കുലർ ഡക്സിന് മുകളിലും റെയറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 3 തരത്തിലുള്ള ഡൗട്ടഡ് സീമാണുള്ളത്. ചിത്രത്തിൽ കാണാൻ പറ്റും. ഒന്ന് ഫ്ലാഞ്ച് ഡൗട്ടഡ് സ്കീം, 2 ഷീറ്റ് വെച്ചിട്ട് വേറെ ഷീറ്റിലൂടെ കവർ ചെയ്യുന്നു. പിന്നെ പ്ലെയിൻ ഡൗട്ടഡ് സ്കീം, ഒരു അഡീഷണൽ ഷീറ്റ് വെക്കുന്നു. ബീഡഡ് ഡൗട്ടഡ് സ്കീം ചിത്രം നോക്കുക. ബീഡ് പിറ്റ്സ്ബർഗിന്റെ മോഡൽ തന്നെയാണ്, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് പറയുന്നത് പ്ലെയിൻ ഡൗട്ടഡ് സ്കീമാണ്. പ്ലെയിൻ ഡൗട്ടഡ് സ്കീം ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ജോയിനിങ് കോളർ ടു എ ഫ്ലാഞ്ച് വിത്തൗട്ട് യൂസ് ഓഫ് സോൾഡർ, സ്ക്രൂസ് ഓർ റിവറ്റ്. നമുക്ക് സോൾഡറോ സ്ക്രൂസോ റിവറ്റോ ഉപയോഗിക്കാതെ ഒരു ഷീറ്റിന് മുകളിൽ ഒരു ഫ്ലാഞ്ച് പിടിപ്പിക്കണമെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ചിത്രം ശ്രദ്ധിക്കുക. ഒരു റൗണ്ട് ഷേപ്പുള്ള പൈപ്പ് കട്ട് ചെയ്തതിനു ശേഷം 2 ഭാഗത്തായിട്ട് മടക്കുന്നു. എന്നിട്ട് മടക്കിനുള്ളിൽ വേറെ ഫ്ലാഞ്ച് വെച്ചിട്ട് ലോക്കാക്കുന്നു. ഇതാണ് മെത്തേഡ്. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ സ്ലിറ്റിംഗ് ദ എൻഡ് ഓഫ് ദി കോളർ ആൻഡ് ബെൻഡിങ് എവരി അതർ ടാബ് ഷോൺ ഫിഗർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അത് ഷീറ്റ് മുറിച്ചതിന് ശേഷം അത് ഒരു ഭാഗത്തേക്ക് മാത്രം മടക്കി വെക്കുന്നു. അത് മടക്കിയതിൻ്റെ ഒരു ഭാഗം അടിയിലും ഒരു ഭാഗം മുകളിലും വെച്ച് ലോക്ക് ചെയ്യുന്നു. ദിസ് സീം ഈസ് മെയ്ഡ് ബി എ വാട്ടർ ടൈറ്റ് ആൻഡ് സോൾഡറിങ് അറൗണ്ട് ജോയിന്റ്. അതിനുശേഷം നമ്മൾ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നു. ഇനി ടൈപ്സ് ഓഫ് ഡൗട്ടഡ് സ്കീം. ഫ്ലാഞ്ച് ഡൗട്ടഡ് സ്കീം രണ്ടാമത്തെ ഡൗട്ടഡ് സ്കീമാണ് ഫ്ലാഞ്ച് ഡൗട്ടഡ് സ്കീം. ദിസ് സീം ഈസ് യൂസ്ഡ് ഫോർ നീറ്റ് അപ്പിയറൻസ് ആൻഡ് സ്ട്രെങ്ത് ആർ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കാണാൻ വളരെ ഭംഗി വേണം, നീറ്റായിരിക്കണം, അതുപോലെ സ്ട്രെങ്ത്തും ഉണ്ടായിരിക്കണം. ഈ അവസരത്തിൽ നമ്മൾ ഫ്ലാഞ്ച് ഡൗട്ടഡ് സ്കീമാണ് ഉപയോഗിക്കുന്നത്. ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള സീമാണ് ഉപയോഗിക്കുന്നത്. The commonly used where pipes intersect with this metal plate and furnace fluids, സീലിങ്സ്. സീലിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം ഉപയോഗിക്കുന്ന ടൈപ്പാണിത്. ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ള ഫ്ലാഞ്ച് മോൾ ഫിറ്റ് ചെയ്യുന്നതൊക്കെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അടുത്ത് ബീഡഡ് ഡൗട്ടഡ് സ്കീം. അഡീഷണൽ ബീഡ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ദിസ് ഈസ് സിമിലർ ടു എ പ്ലെയിൻ ഡൗട്ടഡ് സ്കീം എക്സെപ്റ്റ് ബീഡ് ഈസ് ഫോംഡ് അറൗണ്ട് ദ വൺ എൻഡ് ഓഫ് സിലിണ്ടർ ബൈ ബീഡിംഗ് മെഷീൻ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു ബീഡിംഗ് മെഷീൻ്റെ മുമ്പ് പറഞ്ഞ പോലെ സെയിം തന്നെയാണ്. അതൊരു ഇതിൻ്റെ ഒരു ഗ്രൂവ് അല്ലെങ്കിൽ അതിൻ്റെ ബീഡ് അതൊരു ഗ്രൂവ് മെഷീനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ദിസ് ബീഡ് ആക്ട്സ് ആസ് എ സ്റ്റോപ്പ് ഫോർ ദ ഫ്ലാഞ്ച്, റസ്റ്റ് അപ്പോൺ ദി ടാബ് ആൻഡ് ബെൻഡ് ഓവർ ദ ഹോൾഡ് ഫ്ലാഞ്ച് ഡിസ്ചാർജ് സ്പേസ്. ആവശ്യമുള്ള സ്ഥലത്ത് കൃത്യമായി നിർത്താൻ വേണ്ടി അടിയിൽ ഫ്ലാഞ്ച് ഇതിന് അഡീഷണൽ ആയിട്ട് കൊടുത്തിരിക്കും, അത് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തായിട്ട് ടൈപ്പ് ഓഫ് സീംസ്. ഡബിൾ സീം. അപ്പോൾ നമുക്കറിയാം സീം എന്ന് പറഞ്ഞു, നമ്മൾ മടക്കുന്നതാണ് സീം എന്ന് പറഞ്ഞത്. അപ്പോൾ ഡബിൾ സീം ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ഡബിൾ സീം വീണ്ടും 2 തരത്തിലുണ്ട്. വൺ ടൈപ്പ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇറഗുലർ ഫിറ്റിംഗ്സ് സച്ച് ആസ് സ്ക്വയർ എൽബോസ്, ബോക്സസ്, ഓഫ്സെറ്റ് എക്സെട്ര. അപ്പോൾ ഒരു തരം ഉപയോഗിക്കുന്നത് ഇറഗുലർ ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ടാണ്. സ്ക്വയർ എൽബോയ്ക്കും ബോക്സും ഓഫ്സെറ്റിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു. ദിസ് സീം ഈസ് യൂസ്ഡ് on corners and can be also used for longitudinal seam on small square and rectangular ducts. സ്ക്വയറും റെക്ടാങ്കുലർ ഡക്റ്റിനുള്ള കോർണേഴ്സിന് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അടുത്തത്. എ ഡബിൾ എഡ്ജ് ഈസ് ഫോംഡ് ആൻഡ് പ്ലേസ്ഡ് ഓവർ ദ സിംഗിൾ എഡ്ജ് ആൻഡ് ദ സീം ഈസ് കംപ്ലീറ്റഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഷോൺ ബിലോ. ഇതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്ന ചിത്രം നോക്കി അറിയാൻ പറ്റും. ശ്രദ്ധിക്കുക. എ എന്നുള്ള ചിത്രം നോക്കുക. എ എന്നുള്ളത് ഒരു ഷീറ്റ് ഒരു പ്രാവശ്യം മടക്കുന്നു. ബി എന്നുള്ള ഫിഗർ ആ മടക്കിയത് ഒന്നുകൂടി മടക്കുന്നു. ഇപ്പോൾ 180 ഡിഗ്രി മടക്കി. അതിനുശേഷം ആ മടക്കിയതിന് മുകളിൽ വേറൊരു ഷീറ്റ് അടിയിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം സി എന്നുള്ള ആണ് ഇൻസേർട്ട് ചെയ്തത്. വീണ്ടും 4 ഡി എന്നുള്ളത് നോക്കുക. അതും കൂടി ഇൻസേർട്ട് ചെയ്ത ശേഷം രണ്ടും കൂടി കൂട്ടി വീണ്ടും മടക്കുന്നു. അത് മടക്കിയിട്ട് ലോക്കാക്കുന്ന ഇ. അപ്പോൾ അത് ഡബിൾ സീമാണ്. 2 പ്രാവശ്യം മടക്കുന്നുണ്ട്. അതാണ് ഡബിൾ സീം ജോയിൻ എന്ന് പറയുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് സീം. ഡബിൾ സീം അടുത്ത ടൈപ്പാണ് വരുന്നത്. ദി അതർ ടൈപ്പ് ഓഫ് യൂസ്ഡ് ടു ഫാസൺ ബോട്ടം ഓഫ് സിലിണ്ടറിക്കലി ഷേപ്ഡ് ജോബ്സ് സച്ച് ആസ് പേൽസ്, ടാങ്ക്സ് എക്സെട്ര. അപ്പോൾ ഇതിന് ചിത്രം ശ്രദ്ധിക്കുക എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്നുള്ളത്. എ എന്നുള്ള പീസ് ബി എന്നുള്ള പീസിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു. അതാണ് സി എന്ന് പറഞ്ഞത്. അതിനുശേഷം
കയറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലെ പീസ് ഉപയോഗിച്ചിട്ട് ഊരി പോരാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യുന്നു. അതാണ് ഡിയും ഇയും കാണിച്ചിരിക്കുന്നത്. ഇതിനാണ് നമ്മൾ വേറെ ടൈപ്പ് ഡബിൾ സീം എന്ന് പറയാം. ദ സ്റ്റെപ്സ് ഓഫ് മേക്കിംഗ് ദിസ് ടൈപ്പ് ഓഫ് ഡബിൾ സീം ഷോൺ ഇൻ ഫിഗർ. B's barrel burring machine, the bottom shaped body and C is pinned down D. Finally, the seam is completed by using mallet or D. അപ്പോൾ അതിനുശേഷം ഇത് ഒരു പീസിനെ ഇറക്കി വെച്ചതിന് ശേഷം പുറത്തൊക്കെ അടിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുന്നു. ഇനി ടൈപ്സ് ഓഫ് സീം, ബട്ട് സീം. അടുത്തതായിട്ട് പറയുന്നത് സീമിൻ്റെ ടൈപ്പിൽ ബട്ട് സീമാണ്. നമുക്കറിയാം 2 തരം ജോയിന്റ് പഠിച്ചിട്ടുണ്ട്, ബട്ട് ജോയിന്റും ലാപ്പ് ജോയിന്റും. ബട്ട് ജോയിന്റ് എന്ന് പറഞ്ഞാൽ 2 ഷീറ്റ് തമ്മിൽ വെച്ച് ചേർത്ത് ചെയ്യുന്നതാണ്, ഒരേപോലെ ഒരേ ലെവലിൽ വെച്ച് ചേർത്ത് ചെയ്യുന്നതാണ്. എന്നാൽ ലാപ്പ് സീം എന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റ് മറ്റൊന്നിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ലാപ്പ് സീം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ബട്ട് സീമാണ്. ദിസ് സീം ഈസ് ആസ് 2 പ്ലേസസ് ബട്ട് ടുഗദർ ആൻഡ് സോൾഡേഡ് യൂസിങ് ഇൻ എ ഫിഗർ. അപ്പോൾ ഈ സീം എന്താണ്, ഇത് തമ്മിൽ ചേർത്ത് ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഓൺ ദി ഫ്ലാഞ്ച് ബട്ട് സീം അതർ ഇസ് ബട്ട് സീം. അപ്പോൾ ചിത്രം കാണിച്ചിരിക്കുന്നത് എന്താണ്, ഒരു ഷീറ്റ് നമ്മൾ ചേർത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് ബട്ട് സീം എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ലാപ്പ് സീമാണ്. ലാപ്പ് സീം ഒരു ഷീറ്റിന് മുകളിൽ വേറെ ഷീറ്റ് കയറ്റി വെച്ച് ചെയ്യുന്നു. ദ ലാപ്പ് സീം മെയ്ഡ് ബൈ ലാപ്പിംഗ് എഡ്ജ് ഓഫ് ദി പീസ് ഓവർ ദി അതർ പീസ് ആൻഡ് സോൾഡേഡ് ആ ഷോൺ ഫിഗർ. ഒരു ഷീറ്റ് മറ്റൊരു ഷീറ്റിന് മുകളിൽ കയറ്റി വെച്ചിട്ട് അത് സോൾഡർ ചെയ്യുന്നു. ഫിഗർ ഷോസ് ദ പ്ലെയിൻ ലാപ്പ്, സങ്ക് ലാപ്പ്, ഇൻസൈഡ് ലാപ്പ് ആൻഡ് ഔട്ട്സൈഡ് ലാപ്പ്. അപ്പോൾ ഇത് പലതരത്തിലുള്ള ലാപ്പ് ജോയിൻ ഇതിലുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്ലെയിൻ ലാപ്പ്, സങ്ക് ലാപ്പ്, ഇൻസൈഡ് ലാപ്പ്, ഔട്ട്സൈഡ് ലാപ്പ്. ഈ ലാപ്പൊക്കെ നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്ത ടൈപ്സ് ഓഫ് സീംസ്, സ്ലിറ്റ് ജോയിന്റ് സീം. അടുത്തൊരു ജോയിന്റ് ആണ് സ്ലിറ്റ് ജോയിന്റ് സീം. ചിത്രം ശ്രദ്ധിക്കുക. അതൊരു ഷീറ്റ് മടക്കുന്നു, വേറെ ഷീറ്റ് മടക്കുന്നു, മൂന്നാമത്തെ ഷീറ്റിന് മുകളിൽ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് സ്ലിപ്പ് ജോയിന്റ് സീം. ദി അസംബ്ലി ഓഫ് സീം കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലോക്ക് എ ആൻഡ് ഡബിൾ ലോക്ക് ബി. അസംബ്ലി എന്നാണ് എയും ബിയും ഉണ്ട്. ദ സിംഗിൾ ലോക്ക് സ്ലിപ്പഡ് ഇൻ ടു ഡബിൾ ലോക്ക് സി കംപ്ലീറ്റ് സീം. അപ്പോൾ അത് ഒരു സിംഗിൾ ലോക്ക് ഡബിൾ ലോക്കിനുള്ളിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് സാധനം ഇതിനുണ്ടാക്കുന്നത്. അടുത്ത സ്ലിറ്റ് ജോയിന്റ് സീം. ചിത്രം ശ്രദ്ധിക്കുക, ആ ജോയിന്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് ശ്രദ്ധിക്കുക. ബോക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജോയിന്റ് ആണത്. ഫോർ മേക്കിംഗ് പൈപ്സ് ഓൺ എ സ്ലിപ്പ് ജോയിന്റ് സീം, പ്രോപ്പർ കെയർ ഷുഡ് ബി ടേക്കൺ ടു സീ ദാറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ മെറ്റൽ ആൻഡ് സ്ക്വയർ ആൻഡ് എഡ്ജസ് ആർ ട്രിമ്മഡ്. അപ്പം ആ പൈപ്പ് ശരിയാകാൻ വേണ്ടി നമ്മളെന്താണ്, പൈപ്പിന്റെ കോർണർ ശരിയായി മടക്കി വെക്കണം. ഓക്കെ. അപ്പം നമ്മൾ പഠിച്ചെന്താണ്, ടൈപ്പ് ഓഫ് സീംസ് ആണ് പഠിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള സീംസ് പഠിച്ചു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സീംസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.